എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. മാർച്ച് 21, 2025 അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ബുക്ക് മൈ ഷോയിൽ ഒരു അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുകയാണ്. ഇന്നേ വരെ ആ പ്ലാറ്റ്ഫോം കാണാത്ത തരത്തിലുള്ള തിരക്ക്. മറ്റൊന്നിനും വേണ്ടിയിട്ടുമായിരുന്നില്ല. ഇന്ത്യയിൽ ഉടനീളമായിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ എമ്പുരാൻ L2 എന്ന് പറയുന്ന ഒരു മലയാള സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിരുന്നു അതിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്. അങ്ങനെ ബുക്ക് മൈ ഷോയുടെ ചരിത്രത്തിലെ മുൻകാല അഡ്വാൻസ് ബുക്കിംഗ് എല്ലാം തകർത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള, അതായത് ചെറിയൊരു സംസ്ഥാനമാണ് കേരളമല്ലേ, അവിടെ നിന്നുള്ളൊരു മലയാള സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് സർവ്വകാല റെക്കോർഡുകളും തകർക്കുകയാണ്. ടിക്കറ്റ് ബുക്കിംഗ് ഏകദേശം 9 മണിക്കാണ് ആരംഭിച്ചത്. ഒരു മണിക്കൂറിനകം തന്നെ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ വിൽക്കപ്പെടുകയാണ്. ഒരു ദിവസമായപ്പോഴേക്കും 24 മണിക്കൂർ ആയപ്പോഴേക്കും 6 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ രാജ്യത്തുടനീളമായിട്ട് വിൽക്കപ്പെടുകയാണെന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ ഒരു മലയാള സിനിമയുടെ സാധ്യത എന്നാണ് ഇത് വിളിച്ചു കാണിക്കുന്നത്. ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു മലയാള സിനിമയ്ക്ക് ഇതിന് സാധിക്കുമെന്ന്. ഇതിനു മുമ്പേ ഉള്ള റെക്കോർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയോ, അതുപോലെ KGF 2, സലാർ തുടങ്ങിയ സിനിമകൾക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നല്ലേ, പുഷ്പ 2 ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരുപാട് ഉയരത്തിലാണ് നമ്മുടെ എമ്പുരാൻ L2 റെക്കോർഡ് സ്ഥാപിച്ചത്. ഇത് കേവലം എമ്പുരാൻ സിനിമയുടെ മാത്രം വിജയമല്ല, മറിച്ച് ബുക്ക് മൈ ഷോ എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമിന്റെ കൂടെ വിജയമാണ്. കാരണം അവർ ഇന്നേ വരെ കാണാത്ത അത്രയും തിരക്ക് ഒരേ സമയത്ത് വന്നിട്ടും അവരുടെ ടീമും അവരുടെ സെർവറുകളും ഒരു പ്രശ്നവുമില്ലാതെ വളരെ ഭംഗിയായിട്ട് അതെല്ലാം കൈകാര്യം ചെയ്തു. ഒരു തരത്തിലുള്ള ഹാങ്ങുകളോ കാര്യങ്ങളോ ഉണ്ടായി വളരെ ഭംഗിയായിട്ട് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഒരേ സമയം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ എത്ര ശക്തമായിട്ടുള്ളൊരു ടീമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, എത്ര ശക്തമായിട്ടുള്ള സെർവറുകളാണ് അവർക്കുള്ളത് എന്നൊക്കെ വിളിച്ചു കാണിക്കുന്ന ഒന്നായിരുന്നു. ഇവിടെ ഇതിനു മുന്നേ ബുക്ക് മൈ ഷോയിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല, ഇത്രയും ആൾക്കാർ ഒരുമിച്ച് വന്നിട്ടില്ല. എങ്കിലും അവർ കൃത്യമായിട്ട് കരുതിയിരുന്നു, അവർ പ്രിപ്പയർഡ് ആയിരുന്നു. ഭാവിയിൽ ഇന്ത്യയിൽ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് വലിയ ബുക്കിങ്ങുകൾ ഒറ്റയടിക്കുണ്ടാവും. നമ്മളുടെ സിസ്റ്റംസ് എല്ലാം ശക്തമാക്കി വയ്ക്കുക, സെർവറുകളെല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക തുടങ്ങിയ ആ ഒരു കണക്കൂട്ടലുണ്ടല്ലോ, അതിവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ടിക്കറ്റ് ബുക്കിംഗ് ഒരേ സമയത്ത് വന്നിട്ടും യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് ആ ഒരു ടിക്കറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും എന്താണ് ഈ ബുക്ക് മൈ ഷോയുടെ കഥ? എങ്ങനെയാണ് 1999 ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ തോന്നിയ ആശയം ഇത്ര വലിയൊരു ബ്രഹ്മാണ്ഡ ഡിജിറ്റൽ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായി മാറിയത്? അത് മനസ്സിലാക്കണമെങ്കിൽ വർഷം 1999 ഈ ചെറുപ്പക്കാരൻ ദക്ഷിണാഫ്രിക്കയിലേക്ക് നടത്തിയ ഒരു യാത്രയും അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ, അദ്ദേഹം കണ്ട കാഴ്ചയും അതിനുശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയിലേക്കും ഒക്കെ നമുക്ക് ഇറങ്ങിച്ചെല്ലണം. ഇതുപോലുള്ള കമ്പനികളുടെ വളർച്ചയെക്കുറിച്ച് കൂടുതൽ അറിയുക മാത്രമല്ല, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മളും സാമ്പത്തികപരമായിട്ട് വളരണം. അതിനു വേണ്ടിയിട്ട് കുറച്ച് പൈസ മിച്ചം വെച്ച് പുതിയ നിക്ഷേപങ്ങൾ ആരംഭിക്കണം. അതുകൊണ്ട് പുതിയ നിക്ഷേപാവസരങ്ങൾ വരുമ്പോൾ ആ ഒരു കാര്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ടല്ലോ. അങ്ങനെ മാസാമാസം 2000 പോലുള്ള ചെറിയ തുകകൾ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ ടാറ്റ AIയുടെ ടാക്സ് ബോണൻസ കൺസംഷൻ ഫണ്ട് NFO ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ മാസം 31 തീയതി വരെ ഇതിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. അതായത് ഇനി വെറും 8 ദിവസം കൂടി മാത്രം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഇതിന്റെ NAV വാല്യൂ 10 രൂപയാണ്. മുൻകാലങ്ങളിൽ ലോഞ്ച് ചെയ്ത, ഉദാഹരണം ഡിസംബർ 2022 ലോഞ്ച് ചെയ്ത ടാറ്റ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിരുന്നു. ഇന്നേ വരെ 24.4% റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ജൂലൈ 2023 ലോഞ്ച് ചെയ്ത സ്മോൾ ക്യാപ് ഡിസ്കവറി ഫണ്ട് ഇന്നേ വരെ 32.4% റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഈ NFOയിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നിക്ഷേപിക്കാനുള്ള ലിങ്കാണ് ഞാൻ കമന്റിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നിക്ഷേപിച്ച തുകയ്ക്ക് 100% ഗ്യാരണ്ടി ലഭിക്കും. കൂടാതെ NRIസിനും ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ഇത് നല്ലൊരു അവസരമാണ്. ചെറുതും വലുതുമായിട്ട് എത്ര തുക വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മാസം 18,000 വെച്ച് 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ 20 വർഷം കഴിയുമ്പോൾ 2 കോടി വരെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നു. ഇതുകൂടാതെ നിങ്ങളുടെ മന്ത്ലി പ്രീമിയം തുകയുടെ 120 മടങ്ങ് വരെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലൈഫ് കവറായിട്ട് ലഭിക്കും. 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ നിന്നുള്ള ലാഭത്തിന് ടാക്സ് നികുതി നൽകേണ്ട കാര്യവുമില്ല. എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്ത് കോൾ റിക്വസ്റ്റ് ചെയ്ത് കൂടെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 8 ദിവസം കൂടി മാത്രമേ ഈ NFO കാലാവധിയുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തോളുക. ഇനി നമുക്ക് ബുക്ക് മൈ ഷോയുടെ കഥയിലേക്ക് വരാം. അതിനു മുമ്പ് ബുക്ക് മൈ ഷോയൊക്കെ കേരളത്തിൽ തരംഗമാകുന്ന മുമ്പ് ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം ഇറങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നതെന്നൊക്കെ ഓർമ്മയുണ്ടോ? അതായത് വെളുപ്പിനെ തന്നെ ഒരുപാട് ചെറുപ്പക്കാർ തിയേറ്ററിന്റെ പുറത്ത് വന്ന് തടിച്ചുകൂടി നിൽക്കും. തിയേറ്ററിന്റെ പുറത്തെന്ന് പറയുമ്പോഴേക്കും ഗേറ്റിന് പുറത്താണ്, കാരണം ഗേറ്റൊക്കെ ചങ്ങല വെച്ചൊക്കെ പൂട്ടിയിടുമായിരുന്നു. അങ്ങനെ റോഡിലൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. എന്തായാലും ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും സെക്യൂരിറ്റി വന്ന് ഈ ചങ്ങല തുറന്ന് ഗേറ്റും തുറക്കുകയാണ്. ജസ്റ്റും തുറന്നാൽ മതി, ബാക്കി ഇവരെല്ലാം തള്ളി തുറന്ന് അകത്തോട്ട് ഇടിച്ചോടി കയറുകയാണ്. അങ്ങനെ ഇടിച്ചോടുമ്പോൾ ഒരുപാട് പേര് വീണു പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ ആയിരുന്നു. ടിക്കറ്റ് കൗണ്ടറിൽ ഏറ്റവും ആദ്യം എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ വലിയ ക്യൂ ആണ് രൂപപ്പെടുക. ഒരുപാട് പേര് ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കും. അങ്ങനെ ടിക്കറ്റ് എടുത്ത ഉടനെ ഇവർ അടുത്ത ഓട്ടം നടത്തുകയാണ്. എങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിന്റെ അകത്തോട്ടാണ്. കാരണം ടിക്കറ്റിൽ സീറ്റ് നമ്പർ ഒന്നുമില്ല, സീറ്റിന് നമ്പർ ഇല്ല. അതായത് ഏറ്റവും ആദ്യം ചെല്ലുന്നവന് ഏറ്റവും നല്ല സീറ്റ് ഇരിക്കാൻ പറ്റും, ഏറ്റവും അവസാനം ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്നവന് ഏറ്റവും ഫ്രണ്ടിലെ സീറ്റ് ഇരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടായിരുന്നു ഉണ്ടായിരുന്നത്. ഒറ്റവാക്കിൽ പറയുവാണെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് തന്നെയായിരുന്നു അല്ലേ. ഇതിനോടൊപ്പം തന്നെ പുറത്ത് കിടക്കുന്ന മറ്റൊരു കലാവിരുദ്ധമുണ്ട്. ചില ബിരുദന്മാര് ഒറ്റടിക്ക് കുറെ ടിക്കറ്റ് മേടിച്ചിട്ട് ബ്ലാക്കിന് കൊടുക്കുമായിരുന്നു. അതായത് 2 ഇരട്ടി 3 ഇരട്ടി വിലയ്ക്കൊക്കെ ടിക്കറ്റ് കിട്ടാതെ പുറത്ത് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇത് വിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതോടൊപ്പം
മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അതായത് ഫാമിലിയൊക്കെ ആയിട്ട് ഈ സിനിമ കാണാൻ വരുന്നവരില്ലേ, അവർ തിയേറ്ററിൽ വരുമ്പോൾ ഹൗസ്ഫുള്ള്, അവർ വീണ്ടും വരുന്നു, വീണ്ടും ഹൗസ്ഫുള്ള്, അവർ മൂന്നാമത്തെ തവണയും വരുന്നു, അപ്പോഴും ഹൗസ്ഫുള്ളാണ് കാണുന്നത്. അതായത് മുൻകൂറായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ലായിരുന്നു. വരിക, ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുക, അകത്തോട്ട് കയറുക, കിട്ടുന്ന സീറ്റ് ഇരിക്കുക എന്ന് മാത്രമുള്ള ഒരു സിസ്റ്റമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എത്രത്തോളം ആൾക്കാർ കയറിയെന്നോ ഒന്നും തന്നെ പുറത്തുനിന്ന് ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, നമ്മൾ പല സിനിമകൾക്കും പോകും, ടിക്കറ്റ് കിട്ടില്ല, അപ്പോൾ മറ്റ് സ്ക്രീനിൽ കടിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത തിയേറ്ററിലുള്ള മറ്റൊരു സിനിമയ്ക്ക് പോയി നമ്മൾ കയറുമായിരുന്നു. എനിക്ക് തോന്നുന്നു പുലിമുരുകൻ കാണാൻ പോയിട്ടാണ് തോപ്പിൽ ജോപ്പന് ഞാൻ കയറി കണ്ടതെന്ന് തോന്നുന്നു. രണ്ടാമത്തെ തവണയാണ് പുലിമുരുകന് പോയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രതിഭാസം ഞാൻ അവസാനമായിട്ട് കണ്ടതും പുലിമുരുകൻ സിനിമയ്ക്കാണ്. ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മോഹൻലാലിന്റെ പടം കണ്ടുകൊണ്ടേ ഇന്ന് പോവുള്ളൂ. ഞങ്ങൾ കൂടെ പോലീസ് ഏറെ പണിപ്പെട്ടാണ് തിയേറ്ററിന് മുന്നിലെ ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചത്. പിന്നീട് കംപ്ലീറ്റ് ഓൺലൈനിലേക്ക് മാറുകയാണ്. എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്ന ഈ ഒരു പ്രതിഭാസം തിയേറ്ററുകളിൽ നിലയ്ക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്. അവിടെയാണ് ബുക്ക് മൈ ഷോയുടെ കടന്നുവരവെന്നുള്ളത്. പക്ഷേ ശരിക്കും എന്താണ് ബുക്ക് മൈ ഷോയുടെ കഥ? മിക്ക വലിയ വിജയകഥകളിലും അതിന്റെ അടിസ്ഥാന ആശയം ഉടലെടുക്കുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നായിരിക്കുമല്ലോ. ചിലപ്പോൾ 4 ചെറുപ്പക്കാർ ചായ കുടിക്കുമ്പോൾ അവർ സംസാരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നായിരിക്കാം ആ ഐഡിയ വരുന്നതും അവർ സ്റ്റാർട്ടപ്പ് ഇടുന്നതും അതൊരു വലിയ കമ്പനി ആയിട്ട് മാറുന്നതും അല്ലേ. ബുക്ക് മൈ ഷോയുടെ കാര്യത്തിൽ വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല. അതായത് വർഷം 1999 ആശിഷ് ഹെംറാജാനി എന്ന് പറയുന്ന ഒരു അഡ്വർടൈസിംഗ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ദക്ഷിണാഫ്രിക്കയിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. അവിടെ ഒരു റഗ്ബി മാച്ച് കാണാൻ അദ്ദേഹം കയറുകയാണ്, സ്റ്റേഡിയത്തിൽ കയറുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ക്രിക്കറ്റ് കളിക്ക് എങ്ങനെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്, സ്റ്റേഡിയത്തിലും ഇതുപോലെ തന്നെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇടിയൊക്കെ ഉണ്ടാക്കി ടിക്കറ്റ് എടുക്കണമല്ലേ. പക്ഷേ ഈ ഒരു റഗ്ബി മാച്ചിലെ ഭൂരിഭാഗം ടിക്കറ്റ് വിറ്റുപോയത് എങ്ങനെയാണെന്ന് അറിയാവോ? ഒരു റേഡിയോയിലൂടെ നടത്തിയിട്ടുള്ള ഫോണിൻ പ്രോഗ്രാമിലൂടെയാണ് ഭൂരിഭാഗം ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിറ്റിട്ടും ആ സ്റ്റേഡിയം മുഴുവൻ നിറഞ്ഞിരുന്നു. ഇത് അദ്ദേഹത്തെ വളരെ ആശ്ചര്യപ്പെടുത്തുവാണ്. നമ്മുടെ നാട്ടിൽ ഒരു ക്രിക്കറ്റ് കളി കാണാനോ ഒരു സിനിമ കാണാനോ ഒക്കെ ഇത്രയും ഇടിച്ച് നമുക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലും കൊണ്ടുവന്നുകൂടാന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ചിന്തിക്കുകയാണ്. ആ ഒരു തോട്ടിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന ബുക്ക് മൈ ഷോയിൽ എത്തി നിൽക്കുന്നത്. അവിടെ അദ്ദേഹം ഇന്ത്യൻ ടിക്കറ്റ് ബുക്കിങ്ങിന്റെ ഭാവിയാണ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഒരു ക്രിക്കറ്റ് കളി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആരാധകരുണ്ട്, ഒരു സൂപ്പർ സ്റ്റാർ ചിത്രം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുള്ള ഒരു അന്തരീക്ഷമുള്ള നമ്മുടെ നാട്ടിൽ ഇത് എളുപ്പത്തിൽ വർക്കൗട്ട് ആക്കാൻ പറ്റുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. എന്തായാലും അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തി അദ്ദേഹത്തിന്റെ കമ്പനിയിലെ ബോസിന് ഒരു സന്ദേശം അയക്കുകയാണ്. ഞാൻ ജോലി രാജിവെക്കുകയാണ്, ഞാൻ എൻ്റെ ആശയത്തെ പിന്തുടരാൻ തീരുമാനിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ജോലി രാജിവെച്ച് ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായി. പിന്നീട് അദ്ദേഹം നേരെ പോയത് തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പരീക്ഷിക് ദാർ, രാജേഷ് ബാൽപാണ്ഡ എന്നിവരെ കാണാനാണ്. അവരോട് ഈ ഐഡിയ പറയുകയാണ്. അങ്ങനെ മൂവരും കൂടെ ചേർന്ന് ബിഗ് ട്രീ എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് വർഷം 1999 ആരംഭിക്കുകയാണ്. ഇതാണ് പിൽക്കാലത്ത് ബുക്ക് മൈ ഷോ ആയി അറിയപ്പെടുന്നത്. വർഷം 99 എന്നൊക്കെ പറയുന്നത് .com ബൂമിന്റെ സമയമായിരുന്നു. അതായത് .com കൂട്ടിയുള്ള കമ്പനികളെല്ലാം ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, അതിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് കണ്ണിൽ കാണുന്ന .com എന്ന പേരുള്ള എല്ലാ കമ്പനീസിലേക്കും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇതിനാണ് .com ബൂം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ .com ബൂമിന്റെ സമയമായതുകൊണ്ട് തന്നെ ഇവരുടെ ബിഗ് ട്രീ എന്റർടൈൻമെന്റ്സിനും വലിയൊരു നിക്ഷേപം കിട്ടുകയാണ്. $5 ലക്ഷം നിക്ഷേപമാണ് ഇവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയങ്ങളിൽ ഇന്ത്യയിലെ സാഹചര്യം ഇവർക്ക് അത്രത്തോളം അനുകൂലമായിരുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കുക, 99, 2000 കാലഘട്ടങ്ങളിൽ എത്ര വീടുകളിൽ കമ്പ്യൂട്ടർ ഉണ്ട്? ഇനി കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് അപൂർവം പേർക്ക് മാത്രമേ ഡയലപ്പ് ഇന്റർനെറ്റ് അന്ന് അതായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അത് കാണത്തുള്ളല്ലേ. അപ്പോൾ ഈ ഇവർ ഓൺലൈനായിട്ട് വെബ്സൈറ്റുകളും പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിലൂടെ ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മാത്രമല്ല ഇനി നെറ്റുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമൊന്നും അത്രത്തോളം വികസിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് കാണുന്ന പോലെയൊന്നും അല്ലായിരുന്നു 99 വർഷം 2000 കാര്യങ്ങളല്ലേ. അപ്പോൾ ഇവർ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ വെബ്സൈറ്റും ഓൺലൈൻ ബുക്കിങ്ങും പ്ലാറ്റ്ഫോമും ഒക്കെ അവിടെ തന്നെയുണ്ട്. പക്ഷേ ഇവർ ഫോക്കസ് ചെയ്തത് ഫോണിലൂടെയുള്ള ബുക്കിംഗ് ആണ്. അതായത് ഇവർ ആദ്യം തിയേറ്ററുകളെ സമീപിക്കും, തിയേറ്ററിൽ നിന്ന് ബൾക്കായിട്ട് ഒരുപാട് സീറ്റുകൾ ഇവർ ബ്ലോക്ക് ചെയ്തിടുകയാണ്. ഇവർക്ക് പൈസ കൊടുത്ത് ആ ടിക്കറ്റുകളൊക്കെ മേടിക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെ ഇവർ പബ്ലിഷ് ചെയ്യുകയാണ്, ടിക്കറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന നമ്പർ വിളിക്കൂ. പണ്ട് നമ്മളിങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്യുന്ന സിസ്റ്റം ഇല്ലായിരുന്നോ. അപ്പോൾ ആൾക്കാർ ഈ ബുക്ക് മൈ ഷോയുടെ നമ്പർ വിളിക്കുകയാണ്, എൻ്റെ പേര് ഇന്നതാണ്, എനിക്ക് ഇന്ന തിയേറ്ററിലാണ് ടിക്കറ്റ് വേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി അത് ബുക്ക് ചെയ്തിടുകയാണ്. അതിനുശേഷം ഇത് എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നതെന്ന് അറിയാവോ? അതായത് നമ്മൾ ഇന്ന് കാണുന്ന സ്വിഗ്ഗി, സൊമാറ്റോ, ബ്ലിങ്കിറ്റ് ഒക്കെ 2 വീലറിൽ നമ്മുടെ ഡെലിവറി ഏജൻസി വന്ന് നമുക്ക് സാധനങ്ങൾ കൊണ്ടു തരത്തില്ലേ. അത് 25 വർഷം മുമ്പേ നടപ്പാക്കിയ ഒരു കമ്പനിയാണ് ബുക്ക് മൈ ഷോ അഥവാ ബിഗ് ട്രീ എന്റർടൈൻമെന്റ്സ് എന്നുള്ളത്. അപ്പോൾ ഇവർ ടിക്കറ്റ് നേരെ ഇതുപോലെ ഡെലിവറി ഏജൻസിന്റെ അടുക്കൽ, അതായത് ബൈക്കിലും സൈക്കിളിലും ഒക്കെ ആയിട്ട് ഡെലിവറി ഏജൻസിന്റെ അടുക്കൽ കൊടുത്ത് ഈ ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് നേരിട്ട് കൈകളിലേക്കായിരുന്നു എത്തിച്ചിരുന്നത്. അന്ന് ക്യാഷ് ഓൺ ഡെലിവറി അഥവാ പൈസ നേരിട്ട് കയ്യിൽ കൊടുക്കുക മാത്രമേ സാധ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇന്നത്തെ പോലെ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ. അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ തന്നെയാണ് ഇവർ ഈ വീടുകളിൽ കൊണ്ട് ഇങ്ങനെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത്. ദൂരെയുള്ളവർക്ക് എങ്ങനെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയർ മുഖാന്തരമായിരുന്നു ഇവർ എത്തിച്ചിരുന്നത്. ആ ടിക്കറ്റ് ഒരു കവറിലാക്കിയിട്ട്
നമ്മുടെ ഇന്ത്യൻ പോസ്റ്റൽ മുഖാന്തരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ ഡെലിവറി ഏജൻസ് മുഖാന്തരമോ ഒക്കെ തന്നെ ഇവരുടെ വീടുകളിലേക്ക് അയച്ചു കൊടുക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊരിക്കലും പ്രാവർത്തികമായിരുന്നില്ല, അത്രത്തോളം ലാഭകരമായിരുന്നില്ല. കാരണം കൊറിയർ അയക്കാനാണെങ്കിൽ തന്നെ അതിന് ചാർജ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സീറോ ആയിരുന്നു. പ്രത്യേകിച്ച് ലാഭമോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും ഇവർ പരമാവധി ടിക്കറ്റുകൾ ഈ ഫോൺ മുഖാന്തരമുള്ള ബുക്കിങ്ങിലൂടെ വിൽക്കുകയാണ്. അപ്പോൾ ഇതിനോടകം തന്നെ ഇവരുടെ മോഡൽ കണ്ടിട്ട് 20ഓളം കമ്പനികൾ ടിക്കറ്റ് ബുക്കിങ്ങുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കാലത്തിന്റെ കുത്തൊഴുക്കിൽ അല്ലെങ്കിൽ ടെക്നോളജിയുടെ കുത്തൊഴുക്കിൽ ആ ഒരു കമ്പനികളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയി ബുക്ക് മൈ ഷോ മാത്രമാണ് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊരു ബിഗ് ജയന്റിന്റെയും, അതായത് ഏതൊരു വലിയ ബ്രഹ്മാണ്ഡ കമ്പനികളുടെയും വിജയകഥ നോക്കുകയാണെങ്കിൽ അവർക്ക് എപ്പോഴെങ്കിലൊക്കെ വലിയ പരാജയങ്ങളും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലേ. ബുക്ക് മൈ ഷോയ്ക്കും അഥവാ ബിക്ടറി എന്റർടൈൻമെന്റ്സിനും അങ്ങനത്തെ ഒരു തിരിച്ചടി നേരിടേണ്ടി വരികയാണ്. അതായത് വർഷം 2000-2001 ഈ .com ബബിൾ പൊട്ടുകയാണ്. അതായത് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എന്താണ്, ഈ .com എന്ന പേരുള്ള എല്ലാ കമ്പനീസിലേക്കും ഒരുപാട് നിക്ഷേപകർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാണ്. അതാണ് ഭാവിയുടെ വാഗ്ദാനം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഇന്റർനെറ്റൊക്കെ അന്നാണ് തരംഗമായിട്ട് വരുന്നത് അല്ലേ. പക്ഷേ 2000-2001 ആയപ്പോഴേക്കും ഇത് പൊട്ടുകയാണ്. കാരണം ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റേഴ്സൊക്കെ പണം പിൻവലിക്കുകയാണ്. അങ്ങനെ ബുക്ക് മൈ ഷോയുടെ പ്രധാന ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ചാനലും ഒക്കെ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്തു. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഈ ബിക്ടറി എന്റർടൈൻമെന്റ്സ് നേരിടേണ്ടി വരികയാണ്. ബിക്ടറിയുടെ വിപുലീകരണത്തിന് ഇന്ധനമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണമാണ് ഒറ്റ രാത്രി കൊണ്ട് നിലച്ചിട്ടുണ്ടായിരുന്നത്. അതോടെ തന്നെ 150ഓളം ജീവനക്കാരുണ്ടായിരുന്നു. അത്രത്തോളം ജീവനക്കാർ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. 150ഓളം ജീവനക്കാരുണ്ടായിരുന്ന കമ്പനി ആൾക്കാരെ പിരിച്ചുവിട്ട് വെറും 5-6 മാത്രമുള്ള ഒരു കമ്പനി, 5-6 ജീവനക്കാരോ മാത്രമുള്ള ഒരു കമ്പനിയായിട്ട് മാറുകയാണ്. അവർ അത്രയും നാൾ വലിയൊരു ഓഫീസിന് വാടകയൊക്കെ കൊടുത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു ഓഫീസ് അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരികയാണ്. ഇവരുടെ തന്നെ ഒരു ഫൗണ്ടറിൻ്റെ ഒരു ഫ്ലാറ്റിലെ ഒരു മുറിയിലേക്കായിരുന്നു പിന്നീട് ഇവർ ഓഫീസ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. വർഷം 2003 ആയപ്പോഴേക്കും ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ സാധ്യതകളൊക്കെ വളരെ മങ്ങുന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ബുക്ക് മൈ ഷോയുടെ ഭാവിയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ബുക്ക് മൈ ഷോ തീർച്ചയായിട്ടും പൂട്ടിപ്പോയനെ. അത്രയും വലിയ പ്രതിസന്ധിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവർ മറ്റൊരു മോഡൽ അവിടെ കണ്ടെത്തുകയാണ്. അതാണ് B2B, അതായത് ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ തിയേറ്ററുകളിലും അതുപോലെ കൺസേർട്ടൊക്കെ നടത്തുന്ന വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇവരുമായിട്ട് നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു ടിക്കറ്റ് ബുക്കിംഗ് സോഫ്റ്റ്വെയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ന്യൂസിലാൻഡിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുമായിട്ട് ചേർന്നാണ് ബിക്ടറി എന്റർടൈൻമെന്റ്സ് ഈ ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. അങ്ങനെ സോഫ്റ്റ്വെയർ വികസിപ്പിക്കും. ആ സോഫ്റ്റ്വെയറുമായിട്ട് ഇവർ ഒരു തിയേറ്ററിനെ പോയി കാണുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ നടത്താൻ പറ്റും. ആൾക്കാർക്ക് സുഗമമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഒരുപാട് പേര് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരികയും ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഇവർ തിയേറ്റർ ഉടമകൾക്ക് ഈ സോഫ്റ്റ്വെയർ വിൽക്കുകയാണ്. അങ്ങനെയായിരുന്നു ഇവർ ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ബിസിനസ് അല്ലെങ്കിൽ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ, അതായത് ഇനി തീർന്നു എന്നും പറഞ്ഞ് പോരുന്നെങ്കിൽ പൂട്ടിപ്പോയാൽ ഇന്ന് നമ്മൾ കാണുന്ന ബുക്ക് മൈ ഷോ ഇല്ലായിരുന്നു. അതിന് പകരം മറ്റൊരു ഭീമൻ അവിടെ ഉണ്ടായി വന്നേനെ. അങ്ങനെ 4 വർഷത്തോളം ബുക്ക് മൈ ഷോ പ്രധാനമായിട്ടും B2B സോഫ്റ്റ്വെയർ സെല്ലിംഗ് ഒക്കെ ആയിട്ട് പിടിച്ചു നിന്നു. വർഷം 2007 വന്നപ്പോഴാണ് ഇവർക്കൊരു പുനരുജ്ജീവനം ഉണ്ടാകുന്നത്. വീണ്ടും അവസരങ്ങൾ വന്നു. കാരണം ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗം കൂടുകയാണ്. ഒരുപാട് വീടുകളിൽ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വരികയാണ്. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ വരികയാണ്. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ ഉപയോഗിച്ച് ആൾക്കാർ ഓൺലൈനായിട്ട് പണമടയ്ക്കുന്നതും സാധനങ്ങൾ മേടിക്കുന്നതും ഒക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു വർഷമായിരുന്നു 2007 എന്നുള്ളതല്ലേ. ഇവിടെ അവർക്ക് വീണ്ടും വിജയം കൊയ്യാൻ സാധിക്കുകയാണ്. അതുപോലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ പൊങ്ങി വരാൻ തുടങ്ങി. ഈ ഒരു അവസരം ബുക്ക് മൈ ഷോ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അവർ തിയേറ്ററുകളിലൊക്കെ നടന്നിട്ട് കരാറുണ്ടാക്കിയാണ്. തിയേറ്റർ, പ്രൊഡക്ഷൻ ഹൗസ്, ഈവന്റ് ഓർഗനൈസേഴ്സ് ഇവരുമായിട്ടെല്ലാം ചേർന്നുകൊണ്ട് വീണ്ടും ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ഉപഭോക്താക്കളെ ഈ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ നിലവിൽ ആ കമ്പനി നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. ഇൻവെസ്റ്റേഴ്സ് ഇല്ലായിരുന്നല്ലേ, ഫണ്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യങ്ങളും മാർക്കറ്റിലെ പുതിയ സംഭവങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് ഇവർ നെറ്റ്വർക്ക് 18 എന്ന് പറയുന്ന ഒരു കമ്പനിയെ സമീപിക്കുകയാണ്. കണ്ടോ, ഇതാണ് മാർക്കറ്റിലെ സാഹചര്യങ്ങൾ, നല്ല സാധ്യതയുണ്ട്. മാത്രമല്ല ഞങ്ങൾ നിലവിൽ ഒരുപാട് ടിക്കറ്റ് വിൽപ്പന കൂടുകയും ചെയ്തു, ഓൺലൈൻ പേയ്മെന്റ് സംവിധാനങ്ങളൊക്കെ വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിക്ക് ഒരു പ്രപ്പോസൽ കൊടുക്കുകയാണ്. ആ ഫണ്ട് കമ്പനിക്ക് പ്രപ്പോസൽ കൊടുക്കുകയാണ്. അങ്ങനെ നെറ്റ്വർക്ക് 18 ഇവരുടെ പ്രപ്പോസൽ അംഗീകരിച്ച് ബുക്ക് മൈ ഷോയ്ക്ക് $2.5 മില്യൺ നിക്ഷേപം കൊടുക്കുകയാണ്. ഈ നിക്ഷേപം അവർ കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണ്. ₹1 പോലും പാഴ്ചെലവാക്കിയില്ല. അവർ ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ ഓരോ ടിക്കറ്റിനും $15 കൺവീനിയൻസ് ഫീസ് ഈടാക്കാൻ തുടങ്ങിയാണ്. ഇപ്പോഴും കൺവീനിയൻസ് ഫീസ് ഉണ്ട്. അപ്പോൾ ഈ കൺവീനിയൻസ് ഫീസാണ് ഇവരുടെ പ്രധാന വരുമാനമായിട്ട് അക്കാലത്ത് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു വർഷത്തിൽ തന്നെ ഇവർക്ക് പ്രതിവർഷം 6 ലക്ഷം ടിക്കറ്റുകൾ വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ആ ഒരു വളർച്ചയിലേക്ക് ബുക്ക് മൈ ഷോ എത്തുകയാണ്. ഈ സമയത്താണ് കമ്പനി തങ്ങളുടെ പേര് ബിക്ടറി എന്റർടൈൻമെന്റ്സ് എന്ന് മാറ്റിയിട്ട് ബുക്ക് മൈ ഷോ എന്നാക്കുന്നത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ബുക്ക് മൈ ഷോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്തായാലും വർഷം 2010 ആയപ്പോൾ ഇവർ ഒരുപാട് തിയേറ്ററുകളും പുതിയ ഒരുപാട് മൾട്ടിപ്ലക്സുകളൊക്കെ വളർന്നു വരികയല്ലേ. അപ്പോൾ പുതിയൊരു മൾട്ടിപ്ലക്സ് വന്നു കഴിഞ്ഞാൽ ഇവർ നേരിട്ട് പോയിട്ട് കരാർ ഉറപ്പിക്കുന്നു. അതുപോലെ പ്രൊഡക്ഷൻ ഹൗസുകൾ, ഈവന്റ് മാനേജേഴ്സ് ഇവരൊക്കെ ആയിട്ട് പോയിട്ട് കരാർ ഉറപ്പിച്ചിട്ട് നിങ്ങളുടെ പരിപാടികൾ, സിനിമയെങ്കിൽ സിനിമ, കൺസേർട്ട് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലൂടെ ബുക്ക് ചെയ്യും, നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എളുപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കരാർ നേടിയിരിക്കുകയാണ്. അങ്ങനെ ആ വർഷം ബുക്ക് മൈ ഷോയുടെ വരുമാനം 10 കോടി കടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ചെറിയൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങിയ കമ്പനിയുടെ വരുമാനം 10 കോടി കടക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ലാഭത്തിലായിരുന്നില്ല. കാരണം ഒരുപാട് ഇൻവെസ്റ്റ് വന്ന ഫണ്ട് ചിലവാക്കിയിട്ടാണല്ലോ. നിലവിലെ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്റ്റാർട്ടപ്പുകളും
അങ്ങനെയാണ്. ആദ്യം നഷ്ടത്തിലായിരിക്കും, പിന്നീട് പതുക്കെയാണ് ലാഭത്തിലേക്ക് വരിക. 2011 തന്നെ ലാഭം കണ്ടു തുടങ്ങിയാണ്. എന്തായാലും 2009 IPL ടിക്കറ്റ് ഇവർ വിൽക്കുകയാണ്. IPL-ലുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്ത് IPL-ന്റെ ടിക്കറ്റ് ഓൺലൈനായിട്ട് ഇവർ വിൽക്കുകയാണ്. ഇന്ത്യയെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ അത്രയും കാലം ഈ ഒരു സ്റ്റേഡിയത്തിന് അവിടെ പോയിട്ട് ഇടിച്ച് ടിക്കറ്റ് മേടിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് ഓൺലൈനായിട്ട് കമ്പ്യൂട്ടറിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരെ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ഇത് ബുക്ക് മൈ ഷോയ്ക്ക് വലിയ ജനപ്രീതിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം വലിയ മാർക്കറ്റിംഗ് ആണ് ഈ ഒരു സംഭവത്തിലൂടെ ബുക്ക് മൈ ഷോയ്ക്ക് ലഭിച്ചത്. വർഷം 2013 നെറ്റ്വർക്ക് 18 തങ്ങളുടെ ഷെയറുകൾ, ബുക്ക് മൈ ഷോയുടെ ഷെയറുകൾ 20 ഇരട്ടി ലാഭത്തിനാണ് വിറ്റത്. അപ്പോൾ എത്രത്തോളം വിജയത്തിലാണ് ബുക്ക് മൈ ഷോ പെട്ടെന്ന് കുറച്ച് വർഷങ്ങൾ കൊണ്ട് എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീടുള്ള വർഷങ്ങളിൽ ബുക്ക് മൈ ഷോയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് നിക്ഷേപകർ ബുക്ക് മൈ ഷോയെ തേടി വരികയാണ്. ആക്സൽ പാർട്ട്നേഴ്സ് $18 മില്യൺ നിക്ഷേപം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ആൻഡ്രോയിഡ് iOS ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. അങ്ങനെ ബുക്ക് മൈ ഷോ ഈ ഒരു ആപ്പുകളും പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറുകളിലുമായിട്ട് ഇറക്കിയാണ്. സേഫ് പാർട്ട്നേഴ്സ് $25 മില്യൺ നിക്ഷേപമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ബുക്ക് മൈ ഷോ സിനിമകളിൽ നിന്നും പിന്നീട് ഒരുപാട് കൺസേർട്ടുകളൊക്കെ അവരുടെ വെബ്സൈറ്റുകളിലേക്കും ആപ്പുകളിലേക്കൊക്കെ ആഡ് ചെയ്ത് അതിന്റെ ബുക്കിങ്ങും തകൃതിയായിട്ട് നടന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഇവർ PVR എന്ന് പറയുന്ന നമ്മളെല്ലാം സിനിമ കാണാൻ പോകുന്ന ഭീമൻ ഉണ്ടല്ലോ, മൾട്ടിപ്ലക്സ് ഭീമൻ, അവരുമായിട്ട് കരാറിൽ ഏർപ്പെടുകയാണ്. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം PVR-ന് 1000 കോടിക്ക് പുറത്ത് ലാഭം ഉണ്ടാകുകയാണ്. ഇത് കാണിച്ചത് ബുക്ക് മൈ ഷോയുടെ പവർ തന്നെയാണ്. വർഷം 2015 ബുക്ക് മൈ ഷോ 200ഓളം നഗരങ്ങളിൽ 2500 സ്ക്രീനുകളിലായിട്ട് ഈ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞിരുന്നു. 7 മില്യണിലധികം ആൾക്കാർ ഇതിനോടകം തന്നെ ബുക്ക് മൈ ഷോ രജിസ്റ്റർ ചെയ്തിരുന്നു. 2015 50 മില്യൺ ടിക്കറ്റുകൾ വിറ്റ് ബുക്ക് മൈ ഷോ 25 മില്യണിന്റെ ലാഭമുണ്ടാക്കിയാണ്. ബുക്ക് മൈ ഷോയുടെ ആ ഒരു കാലഘട്ടം വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വാർഷിക വരുമാനമായിരുന്നു അത്. അങ്ങനെ ബുക്ക് മൈ ഷോ ഇന്ത്യൻ ടിക്കറ്റ് ബുക്കിംഗ് മാർക്കറ്റിലെ ഒരു മോണോപോളിയായിട്ട്, ഒരു ഏകാധിപതിയായിട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. എതിരാളികളൊന്നും അടുത്ത് പോലും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. 2010 പ്രധാനമായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു സിനിമകളിൽ നിന്നുള്ള ടിക്കറ്റുകളിലായിരുന്നു. 10% മാത്രമേ മറ്റ് കൺസേർട്ടുകൾ, അതായത് സൺബേൺ പോലുള്ള DJ പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, മ്യൂസിക് ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം 10% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2014 ആയപ്പോഴേക്കും ഇത് 30% ഉയരുകയാണ്. എതിരാളികൾ ആരും തന്നെ ഇല്ലാന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് വർഷം 2016 ബുക്ക് മൈ ഷോയ്ക്ക് ഒരു പ്രധാന വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഒരു വലിയൊരു കമ്പനി രംഗത്ത് വരുന്നത്. മറ്റാരുമായിരുന്നില്ല, Paytm ആയിരുന്നു. Paytm 2016 ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഫിൻടെക് കമ്പനികളിലൊന്നായിരുന്നു. Paytm വാലറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ തന്നെ നമുക്ക് പൈസ സൂക്ഷിച്ച് ഫോൺ റീചാർജ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും ഒക്കെ പറ്റുന്ന അന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫിൻടെക് പ്ലാറ്റ്ഫോം ആയിരുന്നല്ലേ ഈ Paytm. അവരുടെ ആപ്പിൽ ഈ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരികയാണ്. അപ്പോൾ Paytm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് എത്ര പൈസ ചിലവാക്കാനും മടിയില്ലാത്തൊരു കമ്പനിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ ഈ ഒരു ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ക്യാഷ് ബാക്കുകളൊക്കെ ഓഫർ ചെയ്തിട്ട് ഒരുപാട് ഉപഭോക്താക്കളെ Paytm-ലേക്ക് കൊണ്ടുവരാൻ, Paytm-ലൂടെ ബുക്കിംഗ് നടത്താനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. 2017 ആയപ്പോഴേക്കും Paytm ബുക്കിങ്ങിന്റെ പ്രഭാവം കാരണം ബുക്ക് മൈ ഷോയുടെ വരുമാനം കുറയുകയാണ്. 2017 ബുക്ക് മൈ ഷോ 13 മില്യൺ ടിക്കറ്റ് വിറ്റപ്പോൾ പുതിയതായിട്ട് വന്ന ആ ഒരു സമയത്ത് വന്ന Paytm-ന് 5 മില്യൺ ടിക്കറ്റുകൾ വിൽക്കാൻ സാധ്യമാകുകയാണ്. അപ്പോൾ ബുക്ക് മൈ ഷോ പ്രധാനമായിട്ടും ചെയ്തത് കൺസേർട്ടുകളിലേക്ക്, അതായത് Paytm-ൽ ഈ സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, പക്ഷേ കൺസേർട്ടുകൾ കൂടുതലായിട്ട് അവരുടെ പ്ലാറ്റ്ഫോംസിൽ ആഡ് ചെയ്ത് കൺസേർട്ട് കമ്പനീസ് ഒക്കെ ആയിട്ട് എഗ്രിമെന്റ് വെച്ചിട്ട് കൂടുതൽ കൺസേർട്ടുകളിലേക്കും കൂടെ അവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. വർഷം 2016 ബുക്ക് മൈ ഷോ 81 മില്യൺ നിക്ഷേപം നേടിയെടുക്കുകയാണ്. ഈ നിക്ഷേപത്തോടെ അവർ കമ്പനിയുടെ സാങ്കേതിക വിദ്യകൾ, ടെക്നോളജി വലിയ രീതിയിൽ വിപുലീകരിക്കുകയാണ്. അവർ മറ്റ് രാജ്യങ്ങളിലേക്കും, അതായത് ഇന്തോനേഷ്യ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ അവരുടെ ഈ സംരംഭം വ്യാപിപ്പിക്കുകയാണ്. അങ്ങനെ ഈ Paytm-ന്റെ പ്രഭാവത്തിൽ ബുക്ക് മൈ ഷോയ്ക്ക് Paytm-നെ കടത്തി വെട്ടിയിട്ട്, അതായത് ഒരുപാട് ടെക്നോളജിക്കലി അവരുടെ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റുകൾ എല്ലാം അവർ ടെക്നോളജി വളരുന്നതനുസരിച്ച് അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ Paytm വളർന്നു വരുന്ന സാഹചര്യത്തിലും അവർക്ക് Paytm-നെ ഒക്കെ പിന്തള്ളിക്കൊണ്ട് വളരെ ശക്തമായിട്ട് മുന്നേറാൻ പറ്റി. ഇന്ത്യൻ മാർക്കറ്റിലെ ടിക്കറ്റ് ബുക്കിങ്ങിലെ മോണോപോളിയിൽ നിന്ന് തന്നെ വീണ്ടും വിളിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ബുക്ക് മൈ ഷോ എത്തുകയാണ്. പിന്നീടുള്ള 4 വർഷങ്ങളിൽ ബുക്ക് മൈ ഷോയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ വർഷം 2020 അവരുടെ കരിയറിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി അവർ നേരിടുന്ന ഒരു സാഹചര്യമായിരുന്നു. മറ്റൊന്നുമല്ലായിരുന്നു, കൊറോണയായിരുന്നു. കൊറോണ മൂലം രാജ്യത്തെ എല്ലാ തിയേറ്ററുകളും അടച്ചു പൂട്ടി, എല്ലാ കൺസേർട്ടുകളും, അതായത് ആൾ കൂടുന്നതേ നിരോധിച്ചു അല്ലേ, മ്യൂസിക്കൽ ഈവൻസ്, DJ ഈവൻസ്, ഇതൊന്നും പാടില്ലായിരുന്നു. അപ്പോൾ സിനിമ ടിക്കറ്റ് ബുക്കിംഗ് നടക്കൂല, ഇതുപോലുള്ള ഈവന്റുകൾക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് നടക്കൂല. അങ്ങനെ ബുക്ക് മൈ ഷോ ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ പ്രതിസന്ധി നേരിടുമ്പോൾ ഇവർ എന്താ ചെയ്യുന്നത്, പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമല്ലേ. അങ്ങനെ ബുക്ക് മൈ ഷോ മറ്റൊരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്, ഓൺലൈനായിട്ട് ഈവന്റുകൾ സംഘടിപ്പിക്കുക. ഇതുപോലെ സ്റ്റാൻഡപ്പ് കോമഡീസ്, ടെക് ഷോസ്, അങ്ങനെ ഒരുപാട് ഈവന്റുകളുണ്ടല്ലോ. ഇങ്ങനെ ഈവന്റുകളൊക്കെ നടത്തുന്നവരെ നേരിട്ട് പോയി കണ്ട്, അല്ലെങ്കിൽ മറ്റ് മ്യൂസിക്കൽ ഈവൻസ്, ഇങ്ങനെയുള്ളവരെ നേരിട്ട് പോയി കണ്ട് അവരോട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഓൺലൈൻ ഈവന്റ് സംഘടിപ്പിക്കാം, അതിൻ്റെ കംപ്ലീറ്റ് ടെക്നിക്കൽ വശങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പെർഫോം ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ബുക്ക് മൈ ഷോ സ്വയമായിട്ട് ഒരു ഓൺലൈൻ സ്ട്രീമിംഗ് സംവിധാനം, ഇതുപോലുള്ള പരിപാടികൾ കാണാനുള്ള സ്ട്രീമിംഗ് സംവിധാനം ഇവരുടെ പ്ലാറ്റ്ഫോമിൽ തുടങ്ങിയാണ്. അപ്പോൾ അതിലേക്ക് ടിക്കറ്റ്
ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റാൻഡപ്പ് കോമഡി കാണാനായിട്ട് ചെറിയൊരു പൈസ അടച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് കാണാം, സ്ട്രീം ചെയ്ത് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ബുക്കിംഗ് നടത്തിയാണ്. അങ്ങനെയായിരുന്നു ഈ കോവിഡ് പ്രതിസന്ധിയിൽ ഈ ബുക്ക് മൈ ഷോ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇവരുടെ കഥയെ നമ്മൾ പഠിക്കേണ്ടത് പ്രതിസന്ധികൾ വരുമ്പോഴേക്കും ഇവർ നേരെ അടുത്ത ചുവട് പിടിക്കുകയാണ്. അത് തന്നെയാണ് ഇവരുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളും. തൊട്ടടുത്ത വർഷം തന്നെ തിയേറ്ററുകളൊക്കെ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുകയാണ്. ബുക്ക് മൈ ഷോയിലേക്ക് വീണ്ടും ആൾക്കാർ വരികയാണ്, ടിക്കറ്റ് ബുക്കിംഗ് കൂടുകയാണ്. അങ്ങനെ അവർ പഴയ ഫോമിലെന്നല്ല അതിനപ്പുറത്തേക്കുള്ള ഫോമിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. 2022 ബുക്ക് മൈ ഷോയുടെ വരുമാനം എന്നുള്ളത് 900 കോടിക്ക് മുകളിലായിരുന്നു. 2023 ആയപ്പോഴേക്കും ഇത് 1400 കോടിയുടെ അടുത്തായിട്ട് മാറുകയാണ്. കോവിഡ് പ്രതിസന്ധിയൊക്കെ എത്ര നിഷ്പ്രഭമാക്കി അത് അതിജീവിച്ചു എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. ഇനി ഇന്നത്തെ ബുക്ക് മൈ ഷോയെ പറ്റി പറയുവാണെങ്കിൽ ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞ ഒരു ആപ്പ് തന്നെയാണ് ബുക്ക് മൈ ഷോ എന്നുള്ളത്. 650 നഗരങ്ങളിലായിട്ട് 5000-ഓളം സ്ക്രീനുകളിലേക്ക് ബുക്ക് മൈ ഷോ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന സൺബേൺ ഫെസ്റ്റിവൽ, വലിയ കൺസേർട്ട്, മ്യൂസിക്കൽ കൺസേർട്ട്, DJ ഈവൻസ്, അതുപോലെ കോളേജിലേക്കുള്ള എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ നടക്കുകയാണെങ്കിൽ കൾച്ചറൽ ഈവൻസ്, ഇതിനൊക്കെയുള്ള ടിക്കറ്റുകൾ ആ ഒരു വ്യക്തികൾ ഇപ്പോൾ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു DJ കമ്പനി ഒരു ഈവൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അവരുടെ മുമ്പിലുള്ള ഫസ്റ്റ് ചോയ്സ് ബുക്ക് മൈ ഷോ ആണ്. ബുക്ക് മൈ ഷോയിലൂടെ നമുക്ക് ടിക്കറ്റ് വിൽക്കാമെന്നേ തന്നെ അവരുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. അങ്ങനെ സൺബേൺ, വലിയ കലാകാരന്മാരുടെ എല്ലാ പരിപാടികളും ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൂടെയാണ് വിൽക്കുന്നത്. അതായത് സിനിമയാകട്ടെ, ഇതുപോലുള്ള ലൈവ് കൺസേർട്ടുകളാകട്ടെ, ഇന്ത്യയിൽ ടിക്കറ്റ് ബുക്കിങ്ങിൽ ഒരൊറ്റ മോണോപോളിയേ ഉള്ളൂ, അതാണ് ബുക്ക് മൈ ഷോ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്നൊക്കെ പറയത്തില്ല, അല്ലെങ്കിൽ മെറിറ്റിൽ വന്നവനാണെന്നൊക്കെ പറയത്തില്ല. അതാണ് ബുക്ക് മൈ ഷോയുടെ കഥ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ബുക്ക് മൈ ഷോ മാത്രമേ ഉള്ളൂ, ഇവിടെ മറ്റാരും ഇതെന്താ വളർന്നു വരാത്ത, ഈ കമ്പനിയുടെ എന്താ അഹങ്കാരമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ല. അല്ല, അതിൻ്റെ പിന്നിൽ അത്രത്തോളം വലിയ കഠിനാധ്വാനത്തിൻ്റെയും ശക്തമായിട്ട് പ്രതിസന്ധികളെ നേരിട്ട ഒക്കെ കഥയുമുണ്ട്. ഒരുപാട് പേരുടെ ചോര നീരാക്കിയിട്ടുള്ള അധ്വാനമാണ് നമ്മൾ ഇന്ന് കാണുന്ന ബുക്ക് മൈ ഷോ എന്നുള്ളത്. അതോടൊപ്പം ബുക്ക് മൈ ഷോ IPLന്റെ എക്സ്ക്ലൂസീവ് ടിക്കറ്റ് മാർട്ടാകുകയാണ്. അതായത് ബുക്ക് മൈ ഷോയിലൂടെ മാത്രമേ IPL ടിക്കറ്റുകൾ നമുക്ക് മേടിക്കാൻ പറ്റൂ എന്നൊരു സംഭവം ഉണ്ടാകുകയാണ്. അങ്ങനെ ബുക്ക് മൈ ഷോ വീണ്ടും ഒരുപാട് പ്രസിദ്ധിയും ഒരുപാട് വരുമാനവും ഒക്കെ അതിൽ നിന്നുണ്ടാക്കുകയാണ്. ബുക്ക് മൈ ഷോയുടെ CEO ആയിട്ടുള്ള ആശിഷ് ഹെംറാജിനെ തന്നെയാണ് ഇപ്പോഴും കമ്പനിയെ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക്, ഉപഭോക്താക്കൾക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം സമ്മാനിക്കുക, ടെക്നോളജി മാറുന്നതനുസരിച്ച് ആ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരിക. അതായത് ജനങ്ങൾക്ക് വളരെ അനായാസം ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആ ഒരു സംവിധാനം നമുക്ക് എളുപ്പത്തിൽ കിട്ടണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്നുള്ളത്. എന്തായാലും 2025 എമ്പുരാൻ L2 അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് സർവ്വകാല റെക്കോർഡുകളെയും ഭേദിച്ച് മറികടന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് സിനിമയുടെ മാത്രം വിജയമല്ല, മറിച്ച് ബുക്ക് മൈ ഷോയുടെ കൂടെ വിജയമാണ്. ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിൻ്റെ വിജയമാണ്. പ്രതിസന്ധികളിൽ തളരാതെ പോരാടിയ, വീണു പോകാതെ, ഇവിടം കൊണ്ട് നിർത്തിയാലോ എന്ന് ചിന്തിക്കാത്ത ഒരു കൂട്ടം യുവജനങ്ങളുടെ കഥ കൂടിയിട്ടാണ് ബുക്ക് മൈ ഷോയുടെ ഈ ഒരു വലിയ വിജയത്തിന് പിന്നിലുള്ളത്. പലപ്പോഴും ബുക്ക് മൈ ഷോയുടെ കഥ അറിയുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, മാർക്കറ്റിൽ ഇവർ മാത്രം മോണോപ്പൊളി ആയിട്ട് പോരല്ലോ, മറ്റാരെങ്കിലൊക്കെ വേണ്ടേ? മറ്റാരെങ്കിലൊക്കെ ഒരുപാട് തവണ വന്നതാണ്, പല തന്ത്രങ്ങൾ പയറ്റി നോക്കി. പക്ഷേ അവരൊക്കെ ഇതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇട്ടേച്ചോടുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ബുക്ക് മൈ ഷോ ഇവിടെ തുടരുന്നത്. അല്ലാതെ എതിരാളികളെ ഒന്നും ഏതെങ്കിലും കള്ളക്കളിയിലൂടെ ഇല്ലാതാക്കിയിട്ടൊന്നുമല്ല. ബുക്ക് മൈ ഷോയുടെ CEO എന്ന് പറയുന്ന അത്രത്തോളം വിഷനുള്ളൊരു മനുഷ്യനാണ്. കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് മാത്രം ബുക്ക് മൈ ഷോ ഇപ്പോഴും പിടിച്ചു നിന്നു മാത്രമല്ല, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ടിക്കറ്റ് ബുക്കിംഗ് ജൈൻ്റായി മാറുകയും ചെയ്തു. ഇതാണ് ബുക്ക് മൈ ഷോയുടെ കഥ. ബുക്ക് മൈ ഷോയുടെ കഥ കേട്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? മാത്രമല്ല, എമ്പുരാൻ്റെ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയോ? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചായിരുന്നോ? എനിക്ക് എന്തായാലും ഒരു 9 മണിയുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, 27-ാം തീയതി തന്നെ. എന്തായാലും എമ്പുരാനൊക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ ടിക്കറ്റ് കിട്ടുമല്ലോ അല്ലേ? എന്തായാലും ആ സിനിമ പോയി കാണുക. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു റെക്കോർഡ് സൃഷ്ടിച്ച ഒരു സിനിമ കൂടിയിട്ടാണ് എമ്പുരാൻ. അതൊരിക്കലും തിയേറ്ററിൽ മിസ്സാക്കരുത്. ഓരോ മലയാളികൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയിട്ടാണ് ഈ ഒരു എമ്പുരാൻ എന്നുള്ള ബ്രഹ്മാണ്ഡ ചിത്രം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, ടാറ്റ AIയുടെ ടാക്സ് ബോണൻസ കൺസംപ്ഷൻ ഫണ്ട് NFOയുടെ തീയതി ഈ മാർച്ച് 31 കൂടി അവസാനിക്കും. അതായത് ഇനി വെറും 8 ദിവസം കൂടി മാത്രം. ഇവിടെ 2000 രൂപയിൽ തുടങ്ങി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചെറിയൊരു നീക്കിയിരിപ്പൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള, അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്ത് കോൾ റിക്വസ്റ്റ് ചെയ്ത് കൂടെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻസ്പിറേഷൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.